ജോസ് കെ മാണി ആസ് എ കാൻഡിഡേറ്റ്, ആ സൺ ഓഫ് കെ എം മാണി, അദ്ദേഹത്തിന് ആ മണ്ഡലത്തിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഒപ്പം നിർത്താൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല. ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വന്ന ആർജവമുള്ള ഒരു MLA അല്ല മാണി സി കാപ്പൻ. ഇന്ന് കുറച്ചുകൂടെ ഫണ്ടമെൻ്റലായ ഒരു എലമെൻറ്റുകൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സ്വാഭാവികമായും അവർക്ക് ഒരു ഓപ്ഷനായിട്ട് ഷോൺ ജോർജ് മാറുന്നുണ്ട്. ത്രികോണ മത്സരമാണ്. പാലാ കേരളത്തിൽ ഈ തവണ ഒരു സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന മണ്ഡലമാണ്. കെ എം മാണിയുടെ പാല എന്നുള്ള സാധനം നമ്മളെല്ലാവരും അറിഞ്ഞിട്ട്, പാലക്കാർ പറയുന്ന ഒരു തമാശയുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു തുറമുഖം മാത്രമാണ് ഇല്ലാത്തത്, കടലില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മാണി സാർ അതും കൊണ്ടുവന്നേനെ എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ ബേസിക്കലി അവിടുത്തെ മനുഷ്യർക്ക് കെ എം മാണി എന്ന് പറയുന്ന ആളോടുണ്ടായിരുന്ന ഒരു വിശ്വാസം, അത് വളരെ അചഞ്ചലമായ വിശ്വാസമാണ്. അത് അവരെല്ലാ കാലത്തും അത് പുലർത്തിയിട്ടുള്ള ആളുകളുമാണ്. പക്ഷെ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലായിലെ രാഷ്ട്രീയത്തിനോട് ഉണ്ടായിട്ടുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാലായുടെ രാഷ്ട്രീയത്തിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഷെയ്പ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ, അതായത് മാണി സാറിൻ്റെ മരണത്തോടൊപ്പം ജോസ് കെ മാണി അവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മാണി സാറിന് ശേഷം ആര് എന്ന ചോദ്യത്തിൻ്റെ സ്വാഭാവിക ഉത്തരമായി ഒരു വലിയ വിഭാഗം മനുഷ്യർക്കെങ്കിലും ജോസ് കെ മാണിയെ കാണാൻ കഴിയുമായിരുന്നു. അന്ന് അദ്ദേഹം മറ്റു പല പ്രഷറുകളിൽ പെട്ടിട്ട്, ഒരുപക്ഷെ മക്കൾ രാഷ്ട്രീയം പോലെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാവുമെന്ന് ഭയന്നിട്ടാവാം അദ്ദേഹം അന്ന് അതിന് തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ച കാൻഡിഡേറ്റിനും സ്വീകാര്യത കുറവുണ്ടായിരുന്നു. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിൽ ആൾക്കോ അദ്ദേഹത്തിൻ്റെ പിതാവിനോ റെലവൻസ് ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ എടുത്തുകൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ സീറ്റിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഒപ്പം നിർത്തുന്നതിൽ ഉണ്ടായ പരാജയമാണ് പിന്നീടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൊണ്ടെത്തിക്കുന്നത്. പാല എന്ന് പറയുന്ന അവരുടെ ആസ്ഥാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അന്ന് സംഭവിച്ച ആ പിഴവിൻ്റെ വിലയാണ് ഇന്നിപ്പോൾ നമ്മൾ ഒരു ചർച്ചയിലേക്കെങ്കിലും പാല വരുന്നത്. അതല്ലെങ്കിൽ പാലയിൽ ആര് എന്ന് ചോദിക്കുമ്പോൾ ജോസ് കെ മാണി വിജയിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിക്കേണ്ട സ്ഥലത്ത് പാലാ മണ്ഡലം ഒരു കലുഷിതമായ രാഷ്ട്രീയ പോരാട്ടം നേരിടുന്നു എന്ന തലയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നതിൻ്റെ കാര്യം ഈ ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും പാലയിൽ നടക്കുന്നത്. അതായത് ജോസ് കെ മാണി ആസ് എ കാൻഡിഡേറ്റ്, ആ സൺ ഓഫ് കെ എം മാണി, അദ്ദേഹത്തിന് ആ മണ്ഡലത്തിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഒപ്പം നിർത്താൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അദ്ദേഹം ജയിക്കുമെന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയാത്തൊരു സാഹചര്യം പാലയിലുണ്ട്. അതിൻ്റെ കൂടെ പാലാ മണ്ഡലം പിടിച്ചെടുത്ത അവരുടെ ഒരു വീരനായക പരിവേഷമുള്ള CPM-ൻ്റെ വലിയ പിന്തുണയുള്ള മാണി സി കാപ്പൻ, നേരത്തെ CPM-ൻ്റെ കൂടെ നിന്നാണ് അദ്ദേഹം അത് പിടിച്ചെടുത്തത്. അപ്പോൾ അവരുടെ വലിയ പിന്തുണ നേടിയിട്ടുള്ള മാണി സി കാപ്പൻ അവിടെ നിന്ന് രാഷ്ട്രീയ കൂടുമാറ്റം നടത്തി UDF-ലേക്ക് പോകുന്നു. അങ്ങനെ UDF-ലേക്ക് പോയി കഴിഞ്ഞ 5 വർഷത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു അൺപോപ്പുലർ MLA ആയി അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നേരത്തെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വന്ന ആർജവമുള്ള ഒരു MLA അല്ല മാണി സി കാപ്പൻ ഇന്ന്. അപ്പോൾ തൻ്റേതായ കാരണങ്ങൾ കൊണ്ട് പ്രശ്നത്തിലായ ജോസ് കെ മാണി ഒരു വശത്തും, MLA എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൻ്റെ പേരിൽ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന നേരത്തെ അത്ര കരുത്തില്ലാത്തൊരു മാണി സി കാപ്പൻ ഒരു സൈഡിലും, ഇതിൻ്റെ ഒപ്പം NDAയിൽ പോയിട്ട്, അതായത് നേരത്തെ ഈ പാലയുടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഏതാണ്ട് 12,000 വോട്ടിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിച്ച ആളാണ് ഷോൺ ജോർജ്. അദ്ദേഹം ഒരു നല്ല ഇലക്ഷൻ മെറ്റീരിയൽ ആണെന്ന് മുൻപേ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പുതിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം പാലയിൽ വരികയാണ്. NDA സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരികയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അവിടെ 3 സ്ഥാനാർത്ഥികളും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് പാലയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഈ ഷോൺ ജോർജിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? ഷോൺ ജോർജ് സത്യത്തിൽ തുടങ്ങുമ്പോഴേ അദ്ദേഹത്തിന് ഒരു സാധ്യത അവിടെയുണ്ട്. കാരണം നമ്മൾ ഈ ഡീലിമിറ്റേഷന് മുമ്പത്തെ പൂഞ്ഞാറും ഇന്നത്തെ പാലയും തമ്മിൽ വലിയ കണക്റ്റ് ഉണ്ട്. അപ്പോൾ പൂഞ്ഞാറിൽ നമുക്ക് PC ജോർജിൻ്റെതായിട്ട് പറയാമായിരുന്ന സ്ട്രോങ് ഹോൾഡുകളിൽ പലതും പാലായിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ആ തരത്തിലൊരു ഗുഡ് വില്ലിൻ്റെ സാധ്യത ഷോൺ ജോർജിന് തുടക്കത്തിൽ തന്നെ അവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സൗത്ത് ഓഫ് കേരളയിലേക്ക് പോവുകയാണെങ്കിൽ NDAയോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പാല.
അതായത് അവർ NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ, അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളിൽ അവർക്ക് മുസ്ലിം സമൂഹത്തോട് ചേർന്ന് പോകുന്നതിന് അവർക്ക് പല നിലയ്ക്കുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ സാമൂഹ്യമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ കാരണങ്ങൾ മൂലമുണ്ടായിട്ടുള്ള ഒരു വിയോജിപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം UDF എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കൂടെ ചേരുന്ന ഒരു മുന്നണി, ലീഗിന് വളരെ കൃത്യമായ ഒരു ശക്തിയുള്ള ഒരു മുന്നണി, ആ മുന്നണിയോട് ഉള്ള വിയോജിപ്പ് അതുമൂലം അവരുടെ അടുത്ത ഓപ്ഷനായി NDA മാറുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കുറച്ചുകൂടെ ഫണ്ടമെൻ്റലായ ഒരു എലമെൻറ്റുകൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ സ്വാഭാവികമായും അവർക്ക് ഒരു ഓപ്ഷനായിട്ട് ഷോൺ ജോർജ് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ട്രഡീഷണലായി NDAക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന ഹിന്ദു വോട്ടുകൾ മാത്രമാണ് പിടിക്കുക എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. മറിച്ച് അദ്ദേഹം എല്ലാ കമ്മ്യൂണിറ്റീനെയും കട്ട് അക്രോസ് ചെയ്ത് വോട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം കൺവെൻഷനലും അൺകൺവെൻഷനലുമായ ഒരുപാട് പ്രചരണ തന്ത്രങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല കമ്മ്യൂണിറ്റി പല വിഭാഗങ്ങളെ, സമുദായങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടുന്ന മൈക്രോ മാനേജ്മെൻറ്റുകൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ വിശകലനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഈ തവണ അങ്ങനെ എളുപ്പത്തിൽ എഴുതിത്തള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല NDA പാലായിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മുത്തോലി പോലുള്ള പഞ്ചായത്തുകൾ BJP ഭരിക്കുന്നു എന്നുകൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സാഹചര്യവും പാലായിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മാണി സി കാപ്പൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? മാണി സി കാപ്പൻ സ്വാഭാവികമായിട്ടും സിറ്റിംഗ് MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ സാധ്യതകളുണ്ട്. തീരെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹം. പക്ഷേ അത് മാത്രമല്ല, അദ്ദേഹം ഒരു MLA എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമാണ് എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യം, അദ്ദേഹം ഒരു പ്രതിപക്ഷ MLA ആണ്. ഒറ്റൊരാളുള്ള പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെത്. പാർട്ടിയിൽ അംഗങ്ങളായിട്ടും നമുക്ക് കേരളത്തിലെ ആളുകളെ കണ്ടെത്താൻ പറ്റാത്തൊരു പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെത്. അതിൽ ഇപ്പം അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്നോ ഉപാധ്യക്ഷൻ ആരാണെന്നോ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത്രയും മനുഷ്യർ മൊത്തത്തിൽ അതിലുണ്ടോ എന്ന് സംശയിക്കത്തക്ക ഒരു പാർട്ടി. അതുകൊണ്ട് അത്തരത്തിലൊരു പാർട്ടി, കാര്യമായ ബാർഗെയിനിങ് പവർ ഒന്നും ഇല്ലാത്തൊരു പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം ചേർന്നിട്ടാണ് MLA എന്ന നിലയിൽ തൻ്റെ പെർഫോമൻസ് മോശമായത് എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തിൽ കഴമ്പുണ്ട്. പക്ഷെ ആ വാദം എത്രമാത്രം സ്വീകരിക്കപ്പെടും എന്ന് പറയുന്നതിലാണ് അതിനകത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ ഈ തവണ വളരെ ഗൗരവതരമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് വിജയിക്കുന്നത് മുതൽ 3-ാം സ്ഥാനം വരെ എങ്ങോട്ട് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട്. അപ്പോൾ എളുപ്പമല്ല അദ്ദേഹത്തിന് ഈ തവണ കാര്യങ്ങൾ. കാരണം അദ്ദേഹത്തിന് മുമ്പോട്ട് വയ്ക്കാൻ പുതുമയൊന്നുമില്ല. ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഏതു തരത്തിലായിരിക്കും? ശക്തമായ ത്രികോണ മത്സരം തന്നെയാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും ത്രികോണ മത്സരമാണ്. അത് ഷോൺ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് അത് ത്രികോണം. NDA ഒരു സാധാരണ സ്ഥാനാർത്ഥിയെ പാലായിൽ നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പം NDA അവിടെ വളരെ അതിശക്തമായൊരു ആയുധമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് സ്വാഭാവികമായും സാധാരണഗതിയിൽ BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത മേഖലകളിൽ നിന്ന് വോട്ട് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് പാലായുടെ ഈ തവണത്തെ രാഷ്ട്രീയ മത്സരത്തിന് കേരളത്തിൻ്റെ, നമ്മൾ നാളെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പാലായിൽ നടക്കുന്നത്. എന്തും സംഭവിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്.